ഇപ്പം അമയൂസിനും കുട്ടൂസിനും വിശക്കുന്നോല്ലേ. ഇപ്പം രാവിലത്തെ ഇഡ്ഡലി ബാക്കിയുണ്ട്. ഞാൻ പറഞ്ഞു ഇഡ്ഡലി തിന്നു. എൻ്റെ ഇവർ പറഞ്ഞു ഇഡ്ഡലി നമുക്ക് വേണ്ട. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇഡ്ഡലിനെ കൊണ്ടൊരു സാധനമാക്കി തരാം. അപ്പം എന്താ ആക്കുന്നത് നോക്കേ. ആക്കാം കുട്ടൂസേ. അപ്പം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേ. അപ്പം ഇതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കേ. ഇനി ഇഡ്ഡലി മാത്രമായിട്ട് തിന്നാണ്ടിരിക്കണ്ട കേട്ടോ. എരിവിനനുസരിച്ചിട്ട് പച്ചമുളക്, പിന്നെ കറിവേപ്പില. ഇത് വരണ്ട് വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ലോണം മൂത്തിട്ടുണ്ട്. മല്ലിയിലും നന്നായി ഇളക്കി കൊടുക്കുക. ഇതൊന്നുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായി മൂത്ത് വരുമ്പോൾ കൈമുറിയേ മോനെ കൈമുറിയേ അതിലേക്ക് ഇടാനാ. ഇതിലേക്ക് ഒരു നുള്ള് മുളക് പൊടിയേ. നുള്ള് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി നന്നായി ഇളക്കി കൊടുക്കും. ഒരു നാടൻ മുട്ടയും ഒന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചത് ഇല്ലൂട്ടാ. 2 മുട്ടയുണ്ടായിട്ട്. അപ്പോൾ ഇതിലേക്ക് പൊട്ടിച്ചിടുക. എന്താണെന്ന് വെച്ചാൽ നാടൻ മുട്ടക്ക് കളർ കൂടുതലാണല്ല. 2 മുട്ടയിൽ പിന്നെ ഉണ്ടാക്കണം അല്ലേ. ഇല്ലേനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെയാ വേണ്ട. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് മുറിച്ചിട്ട് ഇഡ്ഡലി ഇടേ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആക്കലുണ്ടാമിത് ആക്കലൊന്നുമില്ല, ആക്കി പരീക്ഷിക്കലാണ് അല്ല അച്ഛാ. നന്നായി ഇളക്കി കൊടുക്കാം. നല്ല മണം വരുന്നു. താഴേക്ക് കൊണ്ടുപോയല്ലോ. നല്ല മണം ഉണ്ടല്ലോ. എന്താ വേണ്ടെന്നറിയാം. ഒരു നുള്ളു കുരുമുളക്. നമുക്ക് എരിവ് അധികം വേണ്ടല്ലോ. ഒരു നുള്ളു കുരുമുളകും നന്നായി ഇളക്കി കൊടുക്കാം. ചുടി മല്ലിച്ചപ്പിട്ട് കൊടുക്കാം. ചൊറിയോ അത് മുട്ടിയാൽ. ഇത് വാങ്ങി വെക്കാം കേട്ടാ. ഇപ്പം എളുപ്പത്തിലായില്ലേ. മീൻ കുട്ടൂസൽ ഇപ്പം പറവയ്ക്കും അല്ലേ. ഉണ്ടാക്കുന്ന ആള് സ്കൂളിൽ പോകണം. കൈക്ക് അമ്മിക്കല്ല് വീകുവേ. വാങ്ങാൻ കൈക്കൽ തുണിയൊന്നും കാണുന്നില്ല. വേഗം വാങ്ങാം. ഇങ്ങനെയും വാങ്ങാം അല്ലേ. ഓക്കെ. കുട്ടൂസ് എങ്ങനെയുണ്ട് മാമീൻ്റെ ഇത്? സൂപ്പറാ, രസമുണ്ട്, ഇഷ്ടമായിനല്ലേ. ചായ വെക്കട്ടെ, കട്ടൻ ചായ ഒക്കെ. കട്ടൻ ചായ എനിക്കൊണ്ട് തിന്നേ. കുട്ടൂസിന് ഇഷ്ടമായിന് കേട്ടാ. കുട്ടൂസിൻ്റെ തിന്നുന്ന